മാത്തമാറ്റിക്സ് ഏറ്റവും ഈസി സബ്ജക്റ്റാണ്. അത് നമ്മൾ കഷ്ടപ്പെട്ടല്ല പഠിക്കുക, ഇഷ്ടപ്പെട്ട് പഠിക്കണം. ഹായ് സ്റ്റുഡൻസ്, ജോമെട്രി ആൻഡ് ഓൾജിബ്ര എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇതിനു മുമ്പ് നമ്മളെടുത്ത ടോപ്പിക്ക് മിഡ് പോയിൻറ്റ് ഫോമുലയാണ്. അപ്പോൾ നമ്മൾ മിഡ് പോയിൻറ്റ് ഫോമുല നിങ്ങൾക്ക് ഡിറൈവ് ചെയ്ത് കാണിച്ചു. അത് ഈസി ആയിട്ട് നമ്മൾ ചെയ്യാനുള്ള മാർഗ്ഗം x1 + x2/2 y1 + y2/2 ഈ ഫോമുല ക്രിയേറ്റ് ചെയ്തു. ഇനി നമുക്ക് മിഡ് പോയിൻറ്റിന് പകരം റേഷ്യോ ആണ് തന്നിരിക്കുന്നതെങ്കിൽ, ദാറ്റ് മീൻസ് മിഡ് പോയിൻ്റ് അല്ലാത്ത ഇപ്പോൾ ഒരു ലൈനിനെ 2:3 എന്ന റേഷ്യോയിൽ അല്ലെങ്കിൽ 5:7 എന്ന റേഷ്യോയിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിഡ് പോയിൻ്റ് ആണെങ്കിൽ 1:1 എന്ന റേഷ്യോ ആണ്, കറക്റ്റ് മിഡിൽ പോയിന്റിലാണ്. റേഷ്യോ ആണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അതിൻ്റെ ഇടയിലുള്ള ആ കോർഡിനേറ്റ് പോയിൻറ്റ്സ് നമ്മൾ ഫൈൻഡ് ചെയ്യുന്നത് എന്നാണ് നമുക്ക് ഈ സെക്ഷനിൽ നമ്മൾ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക്ക് റേഷ്യോ ആണ്. റേഷ്യോ നമ്മൾ റേഷ്യോയ്ക്ക് മുന്നേ മിഡ് പോയിൻറ്റ് തിയറി, മിഡ് പോയിൻറ്റ് ഫോമുല എടുത്തതാണ് അല്ലേ. മിഡ് പോയിൻറ്റ് ഫോമുല എന്ന് പറയുകയാണെങ്കിൽ എന്താണ്, ഒരു ലൈൻ ഇതാ ഇവിടെ നിന്ന് x1 y1 x2 y2. ഓക്കെ, ഈ ലൈനിൽ മിഡ് പോയിൻറ്റ് ഫൈൻഡ് ചെയ്യാൻ നമ്മൾ എന്താ ചെയ്തിരുന്നത്, ഇതുപോലെ വരച്ച് നമ്മൾ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഇങ്ങനെ വരച്ച് കറക്റ്റ് പ്രൊപ്പോർഷണാലിറ്റി എടുത്ത് ഈ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഇത് x2 ആണ്, ഇത് y1 ആണ്. ഇവിടെ തിയറി പ്രൂവ് ചെയ്ത് നീ ഇങ്ങനെ ഒന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഏറ്റവും എളുപ്പത്തിന് മിഡ് പോയിൻറ്റ് ഇത് x ആണ് അല്ലെങ്കിൽ p എന്ന് പറയുന്ന പോയിൻ്റാണ് xy ഫൈൻഡ് ചെയ്യാൻ ഒരു ഫോമുല ഡിറൈവ് ചെയ്തിരുന്നു. എന്താണ് ഫോമുല? മിഡ് പോയിൻറ്റ് ഫോമുല. മിഡ് പോയിൻറ്റ് എന്ന് പറഞ്ഞാൽ x1 + x2/2, y1 + y2/2 ഈ ഫോമുല ക്രിയേറ്റ് ചെയ്തിരുന്നു. ഓക്കെ, അതുപോലെ ഇത് മിഡ് പോയിൻ്റ് അല്ല എന്ന് വിചാരിക്കുക. ഇത് മിഡ് പോയിൻ്റ് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തന്നിരിക്കുകയാണ് ഇതുപോലെ x1 y1, ഇത് x2 y2, m:n എന്ന റേഷ്യോ ഇത് ഇവിടെ ആയിട്ടാണ് നമുക്ക് കട്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ പോയിൻ്റ് ഫൈൻഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതുപോലെ തന്നെ ഞാൻ എടുക്കുകയാണ്. ഇതിനെ ഞാൻ എക്സ് ആക്സിസിന് പാരലായിട്ട് ഇവിടും വൈ ആക്സിസിന് പാരലായിട്ട് ഇവിടും വരച്ചു, റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഫോം ചെയ്തു. ഇതിനെ ഇവിടെ നിന്ന് എറിച്ചു. അപ്പോൾ ഇത് x1 y1 ആണെങ്കിൽ ഈ പോയിൻ്റ് x2 ആണ്, ഇത് y1 ആയതിനാൽ ഇത് y1 ആണ് നമുക്കറിയാം. അപ്പം നേരത്തെ നമ്മളിവിടെ എടുത്തത് എയും ബിയും എല്ലാം എടുത്ത് ചെയ്തു. പക്ഷേ ഈ ലെങ്ത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയില്ല, ആകെ m:n എന്ന റേഷ്യോയിൽ കട്ട് ചെയ്തേക്കുന്നു എന്ന് മാത്രമാണ് ഇപ്പോൾ നമുക്ക് അറിയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഫുൾ ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം x2 - x1 ആണ് ഈ ഫുൾ ലെങ്ത്ത് അല്ലേ. ഇത് ഇത്രയും ഡിഫറൻസ് ആണല്ലോ ഫുൾ ലെങ്ത്ത്. അങ്ങനെയാണെങ്കിൽ ഇത്രയും ടോട്ടൽ പോർഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ m+n ആണ്. m+n പോർഷനിൽ ഇവിടെ നിന്ന് ഇവിടം വരെ എന്ന് പറഞ്ഞാൽ m ഭാഗമാണ്. ഓക്കെ, ഇതിൻ്റെ കൂടെ +x1 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി, ഈ പോയിന്റ് കിട്ടി. അപ്പോൾ ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ഇനി എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഒരു പ്രാവശ്യം കൂടി പറയുകയാണ്, x2 - x1 ദാറ്റ് മീൻസ് ഈ ഫുൾ ലെങ്ത്ത്. ഈ ഫുൾ ലെങ്ത്ത് എന്ന് പറയുന്നത് ടോട്ടൽ എത്രയാണോ റേഷ്യോ, ആ റേഷ്യോ ഇവിടുന്ന് m+n എന്ന് എഴുതി ടോട്ടൽ റേഷ്യോ. എന്നിട്ട് ഇവിടെ നിന്ന് ഇവിടെ വരെ n അല്ല m/m+n. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ സിമിലർലി നമുക്ക് എന്ത് ചെയ്യാം, ഇത് y2 ചെയ്യാം. y2 - y1 എന്ന് പറയുന്നത് എന്താണ്, ഇൻറ്റു m/m+n +y1. ഈ y1ൻ്റെ കൂടെ ഇത് ആഡ് ചെയ്യണം. അപ്പോൾ ഇതാണ് ഈ രണ്ട് പോയിൻറ്റ്. ഞാൻ ഈ രണ്ട് പോയിൻറ്റുകളെ ഞാൻ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാണ്, നിങ്ങൾ നോക്കിക്കോളൂ. അതായത് x2 - x1 എന്ന് പറയുന്ന പോയിൻറ്റ് ഇവിടെ m പ്ലസ് ഇതിനെ ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ x1 × m+n ഹോൾ ഡിവിഷൻ m+n വന്നു. ദിസ് ഈസ് ഈക്വൽ ടു ഇവിടെ നിന്ന് എന്താ വന്നിരിക്കുന്നത്, mx2 - mx1 പ്ലസ് mx1 പ്ലസ് nx1/m+n. അതായത് ഇതും കട്ട് ചെയ്ത് പോയി. അപ്പോൾ ഇവിടെ നിന്ന് എന്ത് വന്നു, mx2 പ്ലസ് nx1/m+n എന്ന് വന്നു. അതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നോക്കൂ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് എടുക്കുക കേട്ടോ. ഞാൻ നോക്കി y2 - y1. ഓക്കെ,
അതായത് ഇത് y2 മൈനസ് y1 ഇൻറ്റു എം പ്ലസ് y1ൻ്റെ അടുത്തേക്ക് ഞാൻ ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുപോവാം y1 ഇൻറ്റു എം പ്ലസ് എൻ ഡിവൈഡഡ് ബൈ എം പ്ലസ് എൻ. ദിസ് ഇസ് ഈക്വൽ ടു ഉള്ളിലോട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു y2 എം, ഇതിനെ ഉള്ളിലേക്ക് ചെയ്താൽ എം y1, ഇതിനെ ഉള്ളിലേക്ക് ചെയ്താൽ പ്ലസ് എം y1 പ്ലസ് എൻ y1 ബൈ എം പ്ലസ് എൻ. ഇതും കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് എന്താ വന്നിരിക്കുന്നത്, അതായത് എം y2 പ്ലസ് എൻ y1 ബൈ എം പ്ലസ് എൻ എന്ന് കിട്ടി. അതായത് എക്സ് കോർഡിനേറ്റിലെ പോയിന്റ് ഈ പോയിന്റ് ഇത് എക്സും ഇത് വൈയും ആണെങ്കിൽ എക്സ് വൈ ഇതും വൈ എന്ന് പറയുന്ന പോയിന്റ് ഇതുമായിട്ടാണ് നമുക്ക് കിട്ടിയത്. അതായത് എക്സ് എന്ന് പറയുന്ന പോയിന്റ് ഇതും വൈ എന്ന് പറയുന്ന പോയിന്റ് ഇതും കിട്ടി. ഓക്കെ, ഇത് ക്ലിയർ അല്ലേ? അപ്പോൾ റേഷ്യോയിൽ ഞാനൊരു ഡെറിവേഷനിലേക്കാണ് ഇവിടെ എത്തിച്ചേർന്നത്. ആ ഡെറിവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ മിഡ് പോയിൻറ്റ് ഫോമുല നമ്മൾ പഠിച്ചു. മിഡ് പോയിൻറ്റ് ഫോമുലയിൽ നമ്മൾ ഒന്നും ആലോചിക്കേണ്ട. മിഡ് പോയിൻറ്റ് ഫോമുല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ എളുപ്പം. മിഡ് പോയിൻറ്റ് ഏതാണ്? മിഡ് പോയിൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ x1 പ്ലസ് x2 ബൈ 2 y1 പ്ലസ് y2 ബൈ 2 ഇതാണ് മിഡ് പോയിൻറ്റ്. അതുപോലെ റേഷ്യോ, ഏത് റേഷ്യോ ഫൈൻഡ് ചെയ്യണമെങ്കിലും നമുക്ക് എന്താണ് എക്സ് കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ എം x2 പ്ലസ് എൻ x1 ബൈ എം പ്ലസ് എൻ എന്നും, മറ്റേത് വൈ കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ എം y2 പ്ലസ് എൻ y1 ബൈ എം പ്ലസ് എൻ എന്നും ഫോമുല കൊടുത്താൽ നമുക്ക് പെട്ടെന്ന് അവിടെ നിന്ന് ആൻസർ ഫൈൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഫോമുല മനസ്സിലായില്ലേ? ഇനി അതല്ല, ചിലരെന്താ ചെയ്യുക, ഇങ്ങനെ റേഷ്യോയ്ക്ക് പകരം കൊടുക്കുന്നത് എങ്ങനെയാണ്, x1ൻ്റെ കൂടെ x2 മൈനസ് x1 കണ്ടോ എം ബൈ എം പ്ലസ് എൻ ഇവിടെ y1 പ്ലസ് y2 മൈനസ് y1 ഇൻറ്റു എം ബൈ എം പ്ലസ് എൻ. ചിലർ ഈ ഫോമുലയാണ് ഉപയോഗിക്കുക. അതായത് x1ൻ്റെ കൂടെ കണ്ടോ ആ റേഷ്യോ x2 മൈനസ് x1 റേഷ്യോ ഏതാണെന്ന് ചെയ്യണം. അപ്പോൾ ഇത് രണ്ടും ഒന്ന് തന്നെയാണ് റേഷ്യോ ഫൈൻഡ് ചെയ്യാനുള്ള ഫോമുല. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രാക്ടീസ് പ്രോബ്ലത്തിലേക്ക് കിടക്കാം. പേജ് നമ്പർ 220 ഫസ്റ്റ് ക്വസ്റ്റ്യൻ. The coordinate of the points A and B are 3, 2, 8, 7. Find the coordinates of, first question, the point P on AB with AP is to PB equal to 2 is to 3. Second question, the point Q on AB with AQ is to QB equal to 3 is to 2. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എ ബി എന്ന് പറയുന്ന ഒരു ലൈൻ, ഇതാണ് എ ബി എന്ന് പറയുന്ന ഒരു രണ്ട് പോയിൻറ്റ്സ്. അപ്പോൾ ദാറ്റ് മീൻസ് 3, 2 എന്നാണ് ഈ പോയിൻറ്റ്. ഈ പോയിൻ്റ് ആണെങ്കിൽ 8, 7 ആണ് ഈ പോയിൻറ്റ്. ഇവിടെ നമ്മളോട് പറഞ്ഞേക്കാണ് പി എന്ന് പറയുന്ന ഒരു പോയിൻ്റ് ഉണ്ട്. ഏകദേശം പി ഇവിടെയാണെങ്കിൽ ഇതാണ് പി. ഇത് 2:3 എന്ന റേഷ്യോയിലാണ് കട്ട് ചെയ്യുന്നത്. 2:3 എന്ന റേഷ്യോയിൽ. ദാറ്റ് മീൻസ് ഇത് എമ്മും ഇത് എന്നും ഈ റേഷ്യോയിലാണെങ്കിൽ പി ഫൈൻഡ് ചെയ്യാനാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്നുകിൽ ഈ ഫോമുല യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഈ ഫോമുല യൂസ് ചെയ്യാം. ഇതിൽ രണ്ട് ഫോമുലയും സെയിമാണ്. ഓക്കെ, ഈ രണ്ട് ഫോമുലയും സെയിമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ എളുപ്പം തോന്നുന്നത് അതനുസരിച്ച് നമുക്ക് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ 3 പ്ലസ് ഫസ്റ്റ് x1 3 പ്ലസ് ഇനി x2 മൈനസ് x1, അതായത് ഇവിടെ 8 മൈനസ് 3. പിന്നെ നമ്മുടെ റേഷ്യോ എന്താണ്, ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ 5 ആണ്. 5ൽ 2. ഓക്കെ, ഇനി നമുക്ക് y1, അതായത് 2 പ്ലസ് y2 മൈനസ്, അതായത് 7 മൈനസ് 2 ഇൻറ്റു 5ൽ എത്ര 2. ഓക്കെ, ഇതാണ് നമ്മുടെ പി എന്ന് പറയുന്ന കോർഡിനേറ്റ്സിൻ്റെ പോയിൻറ്റ്. ഓക്കെ, കോർഡിനേറ്റ് എന്ന് വെച്ചാൽ സൂചക സംഖ്യ, കോഓർഡിനേറ്റ് ഓഫ് പി ഈക്വൾ ടു. ഇനി നോക്കൂ, ഇവിടുന്ന് 3 പ്ലസ് നമുക്ക് ഇവിടുന്ന് എത്രയാണ് വന്നിരിക്കുന്നത് 5 അല്ലേ, 5 ആണ്. അപ്പോൾ 5 ഇൻറ്റു 2/5 2 പ്ലസ് ഇവിടുന്ന് എത്രയാണ് വന്നിരിക്കുന്നത്, ഇതും 5 ആണ്. 5 ഇൻറ്റു 2/5, അതായത് ഇതും കട്ട് ചെയ്ത് പോയാൽ ഇവിടെ 5 വന്നു, ഇതും കട്ട് ചെയ്ത് പോയാൽ 4 വന്നു. അപ്പോൾ നമുക്ക് എന്താ പോയിൻ്റ് കിട്ടി, 5:5 4 എന്നാണ് കോർഡിനേറ്റ് ഓഫ് പി കിട്ടിയത്. ഓക്കെ, ഇനി സെയിം തന്നെ ഇവർ പറഞ്ഞേക്കാണ് ക്യൂ എന്ന് പറയുന്ന ഇവിടെ ഒരു പോയിൻ്റ് ഉണ്ട്, പക്ഷെ അത് 3:2 എന്ന റേഷ്യോ ആണ്.
അപ്പോൾ 3:2 ആണെങ്കിൽ എം എന്ന് പറയുന്നത് ഇതും എൻ എന്ന് പറയുന്നത് ഇതുമാണ്. അങ്ങനെയാണെങ്കിൽ കോർഡിനേറ്റ് ഓഫ് ക്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്, ക്യൂവിൻ്റെ കോർഡിനേറ്റ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, സെയിം തന്നെ നമുക്ക് ചെയ്യാണ്. ഇവിടെ എന്ത് ചെയ്തു, 3 പ്ലസ് പിന്നെ ഈ ഡിഫറൻസ് നോക്കി, ഇതിൻ്റെ ഡിഫറൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞു 8 - 3 5 ആണ്. അപ്പോൾ 5 ഇൻറ്റു ഇവിടെ 3/5 കോമ വ്യത്യാസം വരുന്നില്ല 2 പ്ലസ് കണ്ടോ ഡിഫറൻസ് 7 - 2 ആണ്. അപ്പോൾ 7 - 2 എന്ന് പറഞ്ഞാൽ 5 തന്നെയാണ് കേട്ടോ, 5 തന്നെയാണ്. ഇവിടെ 3/5 വന്നു. ഓക്കെ, ഇതാണ് കോർഡിനേറ്റ് ഓഫ് പി വരുന്നത്. അപ്പോൾ ഇതൊന്നും കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് എന്താ വന്നത് കണ്ടോ, 3 + 3 6 വന്നു. ഇതും കട്ട് ചെയ്ത് പോയാൽ ഇവിടെ നമുക്ക് എന്താ വരുന്നത് 5 വന്നു. അപ്പോൾ ക്യൂവിൻ്റെ കോർഡിനേറ്റ്സ് നമുക്ക് എത്ര കിട്ടി, 6ഉം 5ഉം കിട്ടി. അപ്പോൾ ഞാനിവിടെ അപ്ലൈ ചെയ്ത ഫോമുല ഏതാണ്, ഈ ഫോമുല യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ നിങ്ങൾ ഈ ഫോമുല ഒരു വിഷമവുമില്ലാത്തൊരു ഫോമുലയാണ് അല്ലേ, അതായത് x2 - x1 ഇവിടെ m/m+1 അതിൻ്റെ കൂടെ x1 ആഡ് ചെയ്യണം. അത് തന്നെയാണ് സെയിം. ഈ ഫോമുല സിംപ്ലിഫൈ ചെയ്തപ്പോൾ കിട്ടിയതാണ് ഈ ഫോമുല. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താ, പി കോർഡിനേറ്റ് 5 4ഉം ക്യൂ കോർഡിനേറ്റ് 6 5ഉമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ കോർഡിനേറ്റ് ഓഫ് ദ പോയിന്റ്സ് വിച്ച് ഡിവൈഡ് ദ ലൈൻ ജോയിനിങ് 1 6 5 2 into 3 equal parts. നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഒരു ലൈൻ ഉണ്ട്. ഇതാ ഈ ലൈനിൽ ഫസ്റ്റ് പോയിന്റ് 1 6 എന്ന് പറയുന്ന പോയിൻ്റാണ്. ഇത് 5 2 ആണ്. ഇതിനെ 3 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യണം. അപ്പം ഞാൻ ഏകദേശം എന്താ ഇവിടെ ഒരു പാർട്ട്, ഇവിടെ ഒരു പാർട്ട്. അപ്പോൾ ഇത് എ ബി ആണെങ്കിൽ ഇതിന് പി എന്നും ഇതിന് ക്യൂ എന്നും കൊടുക്കാം. അങ്ങനെ 3 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഈ പോയിൻറ്റും പി എന്ന് പറയുന്ന കോർഡിനേറ്റ് ഫൈൻഡ് ചെയ്യണം, ക്യൂ എന്ന് പറയുന്ന കോർഡിനേറ്റും ഫൈൻഡ് ചെയ്യണം. അപ്പോൾ ഞാൻ കോർഡിനേറ്റ് ഫൈൻഡ് ചെയ്യാനുള്ള ഫോമുല എന്താ, x1 + x2 - x1 പിന്നെ m/m+n ഇതാണ് നമ്മുടെ ഫോമുല. അതുപോലെ y1 + y2 - y1 into m/m+n ഈ ഫോമുലയാണ് കോർഡിനേറ്റ് ഫൈൻഡ് ചെയ്യാനുള്ള ഫോമുല. അപ്പോൾ ഞാനിവിടെ എഴുതുകയാണ് കോഓർഡിനേറ്റ് ഓഫ് പിയുടെ കോർഡിനേറ്റ്. ദാറ്റ് മീൻസ് നമുക്കറിയാം ഇവിടെ നിന്ന് ഇവിടം വരെ ഒരു ഭാഗം, ഇത് സെക്കൻഡ് പോർഷൻ, ഇത് തേർഡ് പോർഷൻ, ടോട്ടൽ 3 പോർഷൻസ് ഉണ്ട് അല്ലേ. ടോട്ടൽ 3 പോർഷൻസ് ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 1:2 എന്ന പോർഷനിലാണ് ഇതിനെ കട്ട് ചെയ്തിരിക്കുന്നത്. ഇതാണെങ്കിലോ 2:1 എന്ന പോർഷനിൽ. ടോട്ടൽ 3 പോർഷനിൽ ഫസ്റ്റ് പോർഷൻ്റെ കോർഡിനേറ്റാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, സെക്കൻഡ് പോർഷൻ്റെ കോർഡിനേറ്റാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് റേഷ്യോ ഇവിടെ എന്താ വന്നേക്കണേ, ഫസ്റ്റിൽ റേഷ്യോ കോർഡിനേറ്റ് ഓഫ് പിയുടെ റേഷ്യോ പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് റേഷ്യോയിലാണ്, 1:2 റേഷ്യോ ഓഫ് പി അല്ലേ. റേഷ്യോ ഓഫ് പി ഈസ് എന്താണ് 1:2, അതായത് m:n ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഫസ്റ്റ് പോയിന്റ് കൊടുക്കുക കോർഡിനേറ്റിൻ്റെ 1 പ്ലസ് നോക്കി ഇവിടെ നിന്ന് 5 - 1 5 - 1. ഇനി ടോട്ടൽ എത്ര പോർഷനാണ്, 1 + 2 3 പോർഷൻ, ഇതിൻ്റെ ഉള്ളിൽ 1 ഭാഗം കോമ. ഇനി 6 പ്ലസ് നോക്കി 6 പ്ലസ് എന്താണ് 2 - 6 ഇവിടെ നിന്ന് ഇവിടേക്ക് സബ്ട്രാക്ഷൻ ചെയ്തു. അപ്പോൾ 2 - 6 ഇൻറ്റു ഇവിടെ നിന്ന് ഏതാ പോർഷൻ 3/1. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് എത്ര ആൻസർ കിട്ടുന്നതെന്ന് നോക്കൂ. ഇത് 1 പ്ലസ് ഇവിടെ 4/3 കോമ 6 പ്ലസ് ഇവിടെ നിന്ന് എത്ര വന്നു -4/3. ഓക്കെ, ഇവിടെ നിന്ന് 1 × 3 3 + 4/3. അതുപോലെ ഇവിടെ 18 - 4/3. ഓക്കെ, വിച്ച് ഇംപ്ലൈസ് നമുക്ക് ഇവിടെ നിന്ന് എന്താവുന്നത് 7/3, 14/3. ഇതാണ് നമ്മുടെ ആൻസർ വന്നിരിക്കുന്നത്. ഇനി വേണമെങ്കിൽ നമുക്കിതിനെ ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ കൊടുത്താലും മതി. ഓക്കെ, കോർഡിനേറ്റ് ഓഫ് പി മനസ്സിലായില്ലേ. ഇനി നമുക്ക് വേണ്ടത് കോർഡിനേറ്റ് ഓഫ് ക്യൂ ആണ്. അപ്പോൾ നമുക്ക് റേഷ്യോ എന്താണ് അവിടുത്തെ വരുന്നത്, റേഷ്യോ ക്യൂവിൻ്റെ റേഷ്യോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2:1 ആണ്. ഓക്കെ, ദാറ്റ് മീൻസ് m:n എന്ന് പറഞ്ഞാൽ 2:1 ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് വാല്യൂ ഫൈൻഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഓക്കെ ഫോമുല നമുക്കറിയാം. ക്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പോയിൻ്റാണ്. അപ്പോൾ ഇതെല്ലാം സെയിം തന്നെയാണ്, ഒരു വ്യത്യാസവും വരുന്നില്ല. അതായത് 1 +
5 മൈനസ് 1 ഇൻറ്റു കേട്ടോ 1/3ക്ക് പകരം നമ്മളിവിടെ എന്ത് ചെയ്യുന്നു 2/3 എന്ന് കൊടുക്കുന്നു. അതേപോലെ 6 പ്ലസ് 2 മൈനസ് 6 കറക്റ്റ് തന്നെയാണ്. 2 മൈനസ് 6 ഇൻറ്റു 1/3ക്ക് പകരം നമ്മൾ എന്ത് കൊടുക്കുന്നു 1 പ്ലസ് 2 2/3 എന്ന് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ കോർഡിനേറ്റ് ഓഫ് ക്യൂ എന്ന് പറയണമെങ്കിൽ 1 പ്ലസ് ഇവിടെ നമുക്ക് വന്നത് 4 ആണ്. 4 ഇൻറ്റു 2/3 വന്നു. 6 പ്ലസ് ഇവിടെ നിന്ന് എന്താ വന്നത് മൈനസ് 4 ഇൻറ്റു 2/3 വന്നു. ഓക്കെ, ദാറ്റ് മീൻസ് ഇവിടെ നിന്ന് എന്ത് വന്നു 1 പ്ലസ് 8/3 കോമ ഇവിടെ നിന്ന് എന്താ വന്നത് 6 പ്ലസ് മൈനസ് 8/3. ദാറ്റ് മീൻസ് ഇവിടെ നിന്ന് എത്ര എഴുതാം 3 പ്ലസ് 8/3 വന്നു. ഇവിടെയാണെങ്കിലോ 18 വന്നു അല്ലേ. ഇവിടെ നിന്ന് 18 മൈനസ് 8/3 വന്നു. ഓക്കെ, അപ്പോൾ കോർഡിനേറ്റ് ഓഫ് ക്യൂ ആണ് നമ്മൾ ഫൈൻഡ് ചെയ്യുന്നത്. കോർഡിനേറ്റ് ഓഫ് ക്യൂ എന്ന് പറയുന്നത് ഇവിടെ നോക്കി 11/3യും ഇവിടെ 10/3യും ആണ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നിന്ന് എന്ത് എഴുതണം കോഓർഡിനേറ്റ് അല്ലെങ്കിൽ സൂചക സംഖ്യ കോഓർഡിനേറ്റ് ഓഫ് ക്യൂ ഈസ് നമുക്ക് എന്ത് കിട്ടി ഇത് കിട്ടി. മറ്റേത് എന്താ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതിനെ ട്രൈസെക്റ്റ് ചെയ്യാന്ന് പറയും. 3 ഈക്വൽ പാർട്സുകളാക്കി കഴിഞ്ഞാൽ ഓരോന്നിൻ്റെയും റേഷ്യോ ആണ് 1:2ഉം 2:1. ഓക്കെ, അപ്പോൾ പിയും ക്യൂവും കണ്ടുപിടിക്കാൻ നമുക്കൊരു വിഷമവുമില്ല, ഈ ഫോമുല യൂസ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു ഇതാ mx2 പ്ലസ് nx1 ബൈ m പ്ലസ് n. ഈ ഫോമുലയും ഇതും ഒന്ന് തന്നെയാണ്. ഞാൻ സിംപ്ലിഫൈ ചെയ്ത് കാണിച്ചു തന്നതാണ്. അതുപോലെ my2 പ്ലസ് ny1 ബൈ m പ്ലസ് n. അപ്പോൾ ഇവിടെ m എന്താണ് n എന്താണെന്ന് അറിയാം. m ഈക്വൾ ടു m ഈക്വൾ ടു 1 n ഈക്വൾ ടു 2. പിന്നെ എക്സ് കണ്ടോ x1ഉം x2ഉം എന്താണെന്ന് നമുക്ക് എല്ലാം അറിയാം. y1ഉം y2 എന്താണെന്ന് അറിയാം. അതെല്ലാം അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും സെയിം വാല്യൂ തന്നെ കിട്ടും. അപ്പോൾ ഏത് ഫോമുലയാണോ നിങ്ങൾക്ക് ഈസി അതനുസരിച്ച് നിങ്ങൾക്ക് അവിടെ ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തേർഡ് ക്വസ്റ്റ്യൻ. ദ കോർഡിനേറ്റ് ഓഫ് ദ വെർട്ടിസസ് ഓഫ് എ ട്രയാങ്കിൾ ആർ -1 5 3 7 1 1. ഫൈൻഡ് ദ കോർഡിനേറ്റ് ഓഫ് ഇറ്റ്സ് സെൻട്രോയിഡ്. ഓക്കെ, ഇവിടെ ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിരിക്കുന്നത്, ഒരു ട്രയാങ്കിൾ ഉണ്ട്. ഈ ട്രയാങ്കിളിൻ്റെ സെൻട്രോയിഡ് എന്ന് വെച്ചാൽ മിഡ് പോയിൻറ്റും വെർട്ടെക്സും ജോയിൻ ചെയ്യുമ്പോഴാണ് നമുക്ക് സെൻട്രോയിഡ് കിട്ടുക. ഇവിടുത്തെ മിഡ് പോയിൻറ്റും വെർട്ടെക്സും ജോയിൻ ചെയ്യുമ്പോഴാണ് സെൻട്രോയിഡ് കിട്ടുക. അപ്പോൾ എ ബി സി എന്ന് പറയുന്ന ഈ ഒരു ട്രയാങ്കിളിന് 3 മീഡിയൻ ഉണ്ട്. മീഡിയൻ്റെ പോയിൻ്റ് ഓഫ് കൺകറൻസിന് മീറ്റിംഗ് പോയിൻറ്റിനാണ് നമ്മൾ എന്ത് പറയുന്നത് സെൻട്രോയിഡ് അല്ലെങ്കിൽ ജി എന്ന് പറയുന്നത് ഡിനോട്ട് ചെയ്യുന്നത്. ഇതെപ്പോഴും 2:1 എന്ന റേഷ്യോയിലായിരിക്കും. ഓക്കെ, മിഡ് പോയിൻറ്റ്. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് x1 y1 എന്നും ഇത് x2 y2 ഇത് x3 y3 എന്നും കൊടുത്താൽ സെൻട്രോയിഡ് ഫൈൻഡ് ചെയ്യാൻ നമുക്കൊരു ഫോമുലയുണ്ട്. നമുക്ക് ഫോമുല എങ്ങനെയാണ് കണ്ടുപിടിക്കുക സെൻട്രോയിഡ്? ഞാൻ ഫോമുല എഴുതുകയാണ്. ജി എന്ന് പറയുന്ന സെൻട്രോയിഡ് കണ്ടുപിടിക്കാൻ ഫോമുല mx2 പ്ലസ് nx1 ബൈ m പ്ലസ് n. ഈ ഫോമുല യൂസ് ചെയ്യുകയാണ് കേട്ടോ. my2 പ്ലസ് ny1 ബൈ m പ്ലസ് n. ഓക്കെ, ഇപ്പം ഇത് x1 y1 ഇതേപോലെ ഈ പോയിൻ്റ് കിട്ടണം നമുക്ക്. ഈ പോയിൻ്റ് കിട്ടണമെങ്കിൽ ഈ പോയിൻ്റ് എന്താ മിഡ് പോയിൻ്റ് ആണ്. അപ്പോൾ ഇവിടെ നിന്ന് എനിക്ക് എന്തെഴുതാം x2 പ്ലസ് x3 ബൈ 3യും 2ഉം അതേപോലെ y2 പ്ലസ് y3 ബൈ 2. ഇതാണ് ഈ പോയിൻ്റ്. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യുക സെൻട്രോയിഡ് ജി ഫൈൻഡ് ചെയ്യുകയാണ്. എം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ m:2:1 എന്ന റേഷ്യോ 2:1. അപ്പോൾ m ഇതാണ് n ഇതാണ്. അപ്പോൾ mx2 അപ്പോൾ 2 ഇൻറ്റു ഇവിടെ നിന്ന് x2 എന്ന് പറയുന്ന പോർഷൻ ഇതാണ്. അപ്പോൾ x2 പ്ലസ് x3 ബൈ 2 പ്ലസ് nx1 എന്ന് വെച്ചാൽ 1x1. ഇവിടെ x1 തന്നെയാണ് ബൈ m പ്ലസ് n എന്ന് വെച്ചാൽ 2 പ്ലസ് 1 ദാറ്റ് മീൻസ് 1 പ്ലസ് 2 ദാറ്റ് മീൻസ് 3. ഓക്കെ, അതേപോലെ my2 m എന്ന് പറഞ്ഞെങ്കിൽ 2 ആണ്. y2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഏതാ y2 പ്ലസ് y3 ബൈ 2 ആണ്. പ്ലസ് n എന്ന് പറഞ്ഞാൽ y ആണ്, ഇത് y1 ആണ് ബൈ 3. ഓക്കെ, അതായത് സെൻട്രോയിഡ് ഫൈൻഡ് ചെയ്യാനുള്ള ഫോമുലയാണ്. ഇതും കട്ട് ചെയ്ത് പോയി. അപ്പോൾ x1 പ്ലസ് x2 പ്ലസ് x3 ബൈ 3 കോമ y1 പ്ലസ് y2 പ്ലസ് y3 ബൈ 3.
ഓക്കെ, ഈ 2 2 കട്ട് ചെയ്ത് പോയി. അപ്പോൾ y1 + y2 + y3/3. അപ്പോൾ ഇനി നമുക്ക് സെൻട്രോയിഡ് ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ ഈ 2:1 എന്ന റേഷ്യോയിൽ ഫോർമുല കണ്ടു. എ ബി സി മിഡ് പോയിന്റ് കണ്ടുപിടിക്കാൻ ഇത് രണ്ടിൻ്റെയും കൂടി ആഡ് ചെയ്തിട്ട് /2 എടുത്തു. എന്നിട്ട് ഈ 2 പോയിൻറ്റും യൂസ് ചെയ്ത് m:n എന്ന റേഷ്യോ 2:1 എന്ന റേഷ്യോയിൽ നമ്മൾ എന്ത് ചെയ്തു, സെൻട്രോയിഡ് ഫൈൻഡ് ചെയ്യാനുള്ള ഫോർമുല. ഇനിയിപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന ഈ ട്രയാങ്കിളിൻ്റെ വെർട്ടിസസ് എന്ന് പറഞ്ഞാൽ അവർ തന്നേക്കാൻ -1ഉം 5ഉം അതുപോലെ 3 7 1 1 ആണ്. ഇതിൻ്റെ സെൻട്രോയിഡ് ഫൈൻഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, സെൻട്രോയിഡ് G എന്ന് കൊടുത്തു ഞാൻ, സെൻട്രോയിഡ്. അപ്പോൾ ഫോർമുല നമുക്കറിയാം, x1. അപ്പോൾ ഞാൻ -1 + 3 + 1/3 കോമ ഇനി 5 + 7 + 1/3. ഓക്കെ, അതായത് G എന്ന് പറയുന്ന സെൻട്രോയിഡ് ഇതും കട്ട് ചെയ്ത് പോയി. അപ്പോൾ 3/3 കോമ 8 ആണ്, 8 10 13/3. ഓക്കെ, അപ്പോൾ സെൻട്രോയിഡ് എന്ന് പറഞ്ഞ G1 അല്ലേ, അതായത് 13/3. ഇതാണ് നമുക്ക് ആൻസർ ഇവിടെ വരുന്നത്. ഓക്കെ, എങ്ങനെ ചെയ്യേണ്ടതെന്ന് മനസ്സിലായില്ലേ? അപ്പോൾ സെൻട്രോയിഡ് ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞാൽ ഈ ഫോർമുല ഒന്ന് പഠിച്ചു വയ്ക്കുക, ഈ ഫോർമുല എഴുതി വയ്ക്കുക. വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫോർമുലയാണ് സെൻട്രോയിഡ്. പിന്നീട് നമുക്ക് +1ലേക്ക് എത്തിയാൽ നമുക്ക് ആവശ്യം വരുന്ന ഫോർമുലയാണ്. സെൻട്രോയിഡ് ഫൈൻഡ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ x1 + x2 + x3/3 y1 + y2 + y3/3 എന്ന് പറയുന്ന ഈ ഫോർമുല. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് കാൽക്കുലേറ്റ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദ പോയിന്റ് P ഇൻ ദ പിക്ചർ. നമുക്കൊരു പിക്ചർ തന്നിട്ടുണ്ട് അവർ. ആ ഒരു പിക്ചർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളാണ്. ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളാണ്. ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ട്, 3 കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ട്. ഇത് ഒറിജിനാണ് 0 0 എന്ന് തന്നിട്ടുണ്ട്. ഞാൻ ഇവിടെ നിന്ന് A കൊടുത്തു. ഇത് B എന്ന് പറഞ്ഞാൽ ഇവിടെ 4 0 തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഞാൻ B എന്നും കൊടുത്തു. ഇവിടെ C എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 0 3 എന്ന് പറയുന്നത് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ വെർട്ടെക്സിൽ നിന്ന് ഒരു പെർപെൻഡിക്കുലറാണ് ഇവിടേക്ക് വരച്ചിരിക്കുന്നത്, ഒരു പെർപെൻഡിക്കുലർ. അപ്പോൾ ഇത് ഒരു 90 ആണെന്ന് അവർ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിന് P എന്ന് പറഞ്ഞാൽ ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് P. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ കോർഡിനേറ്റ്സ് ഓഫ് P ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. നമുക്കറിയാം ഇവിടെ നിന്ന് ഇവിടം വരെ ആണെങ്കിൽ 4 - 0 ഈ ഡിസ്റ്റൻസ് എന്താണ്, 4 ആണ് അല്ലേ. ഡിസ്റ്റൻസ് ഓഫ് AB എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം 4 - 0 ദാറ്റ് ഈസ് ഈക്വൽ ടു 4. അതുപോലെ ഡിസ്റ്റൻസ് ഓഫ് നമുക്ക് എന്താ അറിയാം, ഡിസ്റ്റൻസ് ഓഫ് AC അതായത് 3 - 0 അല്ലേ. നോക്കൂ, 3 - 0 ദാറ്റ് ഈസ് ഈക്വൽ ടു 3. അപ്പോൾ ഇത് നമുക്ക് രണ്ടും അറിയാം. അങ്ങനെയാണെങ്കിൽ ഈ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് BC അതല്ലേ. അപ്പോൾ BC² ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് AB² + AC² എന്നറിയാം. അതായത് BC ദാറ്റ് ഈസ് ഈക്വൽ ടു √ഓഫ് AB എന്ന് പറഞ്ഞാൽ 16ഉം AC എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 9ഉം ദാറ്റ് മീൻസ് √25 ദാറ്റ് മീൻസ് 5. അപ്പോൾ ഇത്രയും നമുക്ക് ഒരു വിഷമവും ഇല്ലാതെ കണ്ടുപിടിക്കാൻ പറ്റും. നമുക്ക് വേണ്ടത് ഇതിൻ്റെ റേഷ്യോയാണ് വേണ്ടത്. ഈ 2 പോയിൻ്റ് അറിയാം. അപ്പോൾ CP = PB ഈ റേഷ്യോ ഫൈൻഡ് ചെയ്യണം. റേഷ്യോ ഫൈൻഡ് ചെയ്യണമെങ്കിൽ സൈഡ്സ് തമ്മിലുള്ള റിലേഷൻ വേണം. ഞാനപ്പോൾ അതിന് വേണ്ടി ഈ 2 ട്രയാങ്കിളും കൺസിഡർ ചെയ്യാം. ഓക്കെ, ഈ 2 ട്രയാങ്കിളും ഏതൊക്കെ ട്രയാങ്കിളാണ്, APC ആൻഡ് ട്രയാങ്കിൾ APB. ഈ 2 ട്രയാങ്കിൾ കൺസിഡർ ചെയ്താൽ എന്താ, ഇവിടെ ഈ ട്രയാങ്കിളുടെ ഇത് X ആണെങ്കിൽ ഇത് 90 - X ആണ്. കാരണം ഇത് ഫുൾ 90 ആണെന്ന് നമുക്കറിയാലോ. അപ്പോൾ ഇത് ഫുൾ 90 ആണെങ്കിൽ ഇത് X ആണ്. ഇവിടെ ഈ പോർഷൻ എന്ന് പറഞ്ഞാൽ 90 - X ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ട്രയാങ്കിളിൻ്റെ സിമിലാരിറ്റി ഈ എക്സിന് ഈക്വൽ ആണ് ഈ എക്സ് അല്ലേ. ഈ ട്രയാങ്കിളിൽ നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് PAB ആംഗിൾ PABക്ക് ഈക്വൽ ആണ് ആംഗിൾ C. അതുപോലെ നോക്കി ആംഗിൾ ഇനി ഈ ആംഗിൾ Bക്ക് ഈക്വൽ ആണ് ഏതാംഗിൾ CAP ആംഗിൾ CAP. ഇനി
ഈ രണ്ട് ആംഗിളും 90 ഡിഗ്രി. സി പി എ ദാറ്റ് ഈസ് ഈക്വൽ ടു ആംഗിൾ ബി പി എ. അപ്പോൾ 3 ആംഗിൾസും പരസ്പരം ഈക്വൽ ആണെങ്കിൽ ഈ 2 ട്രയാങ്കിൾസ് സിമിലർ ട്രയാങ്കിൾസ് ആണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത്? സിമിലാരിറ്റി എങ്ങനെ എഴുതുക? സിമിലാരിറ്റി വളരെ എളുപ്പം ഈസി ആയിട്ട് എഴുതാൻ പറ്റും. 2 ട്രയാങ്കിളുടെ ഞാൻ പി കൊടുത്തു. 2 ട്രയാങ്കിളിലും പി എന്ന് പറയുന്നത് ഈക്വലാണ്. ഇനി ഈ ആദ്യത്തെ ട്രയാങ്കിളിൽ ബിക്ക് ഈക്വലാണ് ഇവിടുത്തെ നോക്കി എ. ഓക്കെ, ഇനി ഇവിടുത്തെ ഈ ട്രയാങ്കിൾ നോക്കിയപ്പോൾ എക്ക് ഈക്വലാണ് ഇവിടെ സി. ഓക്കെ, അപ്പോൾ ഏതൊക്കെ ട്രയാങ്കിളാണ് സിമിലർ നോക്കി? ഈ 2 ട്രയാങ്കിൾ സിമിലർ ട്രയാങ്കിൾസാണ്. അങ്ങനെയാണെങ്കിൽ സിമിലർ ട്രയാങ്കിൾസ് ആണെങ്കിൽ സൈഡ്സ് പ്രപ്പോർഷണലാണ്. സൈഡ്സ് പ്രപ്പോർഷണൽ എന്ന് എഴുതാൻ വളരെ ഈസി ഉണ്ട്. ഇത് നോക്കി ഇങ്ങനെ കൺഫ്യൂഷൻ ആവേണ്ട കാര്യമില്ല. അത് ഇവിടെ നോക്കി പി ബി ബൈ ഇവിടെ അടുത്ത് നോക്കി പി എ ദാറ്റ് ഈസ് ഈക്വൾ ടു ഇവിടെ നോക്കൂ ബി എ ബൈ ഇവിടെ അടുത്ത് വരുന്ന 2 ഏതാ? എ സി. ദിസ് ഈസ് ഈക്വൾ ടു ഇവിടെ നോക്കിയാൽ അടുത്ത് വരുന്ന ഈ കണ്ടോ പി എ ബൈ പി സി. Okay, these sides are proportional. If 2 triangles are similar, sides are proportional. ഇനി നമുക്ക് അറിയാവുന്ന ഡേറ്റാസ് ഒക്കെ ഇവിടെ നിന്ന് എഴുതാം. എ സി പി ബി നമുക്കറിയില്ല. പി ബി. ഇനി പി എ എന്ന് പറഞ്ഞാൽ നമുക്കറിയില്ല. ഓക്കെ, ഇനി എ ബി എന്ന് പറഞ്ഞാൽ 4, എ സി 3. ഇനി പി എ അറിയില്ല. ഇനി പി സി അറിയില്ല. ഓക്കെ, അപ്പം നമുക്ക് ഇത്രയുമാണ് അറിയുന്നത്. അപ്പം ഞാൻ അറിയാവുന്നതെല്ലാം നമുക്ക് എഴുതി. നമുക്ക് വേണ്ടത് എന്താണ്? ഈ പി സി വേണം, പി ബി വേണം. ഇപ്പം ഇതിൽ നിന്നും എനിക്ക് വേണ്ടത് എന്താണ് നോക്കിക്കോളൂ. ഇപ്പം ഞാൻ പി ബി ബൈ പി എ ദാറ്റ് ഇസ് ഈക്വൾ ടു 4/3 എന്ന് എഴുതി. എനിക്ക് വേണ്ടത് ഇതിൻ്റെ ഉള്ളിൽ പി ബി ആണ് വേണ്ടത്. പി ബി വേണം. ഓക്കെ, പി ബി വേണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു? 4/3 പി എ എന്ന് ഞാൻ കൊടുത്തു. ഓക്കെ, 4/3 പി എ. ഇതിനെ ഇങ്ങോട്ട് ക്രോസ് ചെയ്തു. ഇനി ഞാൻ എന്ത് ചെയ്യുക? ഇതിവിടെ ഇക്വേഷൻ നമ്പർ 1 എന്ന് എഴുതി. അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഞാൻ എടുക്കുകയാണ്. ഇതിനെ ഞാനൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചു കേട്ടോ. ഞാൻ ഈ എഴുതിയിരിക്കുന്ന ഈ ടൈമിനെ ഞാനൊന്ന് അണ്ടർലൈൻ ചെയ്തു. ഓക്കെ, ഇനി ഇവിടെ നിന്ന് ഞാൻ പി എ ബൈ പി സി ദാറ്റ് ഇസ് ഈക്വൾ ടു 4/3 തന്നെയാണല്ലോ. ഇവിടുന്ന് ഞാൻ എന്ത് ചെയ്യുന്നു? ഇതിനെ പി എ ദാറ്റ് ഇസ് ഈക്വൾ ടു 4/3 പി സി എന്നെടുത്തു. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എടുത്തു. അപ്പോൾ പി എ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായി എനിക്ക്. ഈ പി എ എന്ന് പറയുന്നത് ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഈ മാർക്ക് ചെയ്തിരിക്കുന്ന ഈ പി എ ഞാൻ ഇതിൻ്റെ ഉള്ളിലാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് എന്ത് വന്നു എനിക്ക്? പി ബി ദാറ്റ് ഇസ് ഈക്വൾ ടു 4/3 ഓക്കെ ഇൻറ്റു ഇവിടെ പി എയുടെ സ്ഥാനത്ത് എന്താ 4/3 പി സി എന്ന് കൊടുത്തു. അപ്പോൾ എനിക്ക് ഈ പി സി ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു. പി ബി ബൈ പി സി എന്ന് പറഞ്ഞാൽ 16/9 വന്നു. അതായത് ഞാൻ നേരെ തിരിച്ചു നോക്കി വിചാരിച്ചു. പി സി ഈസ് ടു പി ബി ദാറ്റ് ഇസ് ഈക്വൾ ടു 9:16. അപ്പോൾ എനിക്ക് നോക്കി ഇതിൻ്റെ റേഷ്യോ പി സി ഈസ് ടു പി ബി ഈക്വൾ ടു 9. ഈ ഭാഗം 9ഉം ഇത് 16ഉമാണ് റേഷ്യോ കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ ഇത് റേഷ്യോ കിട്ടിയാൽ നമുക്കത് ചെയ്യാൻ ഒരു വിഷമവുമില്ല. ഓക്കെ, ഇപ്പോൾ ഇതിൻ്റെ റേഷ്യോ എത്രയാണ് കിട്ടിയിരിക്കുന്നത്? 9:16 കിട്ടി. അപ്പോൾ ഇവിടെ നിന്ന് ഇതാണ് പി സി ഈസ് ടു പി ബി ഈക്വൾ ടു 9:16. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് എം കിട്ടി, എൻ കിട്ടി. ഇനി നമുക്കറിയാം പോയിൻ്റ് എന്താണ്? സി എന്ന് പറയുന്ന പോയിൻ്റ് 0.3യും ഈ ബി എന്ന് പറയുന്ന പോയിൻ്റ് 4.0 ആണ്. അപ്പോൾ നമുക്ക് ഫോർമുല യൂസ് ചെയ്യാം. ഫോർമുല യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോബ്ലം അവിടെ നോക്കിക്കോളൂ. x1 എന്ന് പറഞ്ഞാൽ 0 + 4 - 0 ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ 25ൽ 9. ഓക്കെ, കോമ. ഇനി 3+ ഇതെന്ത് ചെയ്യാം? 0 - 3 ഇൻറ്റു 9/25. ഇതാണ് കോർഡിനേറ്റ്സ്. അപ്പോൾ ഇവിടെ നിന്ന് എന്താ വന്നത്? 0+. അപ്പോൾ ഇത് പോയി. അപ്പോൾ ഇവിടെ നിന്ന് 9 × 4 ദാറ്റ് മീൻസ് 36/25 വന്നു. ഇവിടെ നിന്ന് 3+ ഇവിടെ നിന്ന് എന്താ വന്നത്? 20 - 27 അല്ലേ? -27/25 വന്നു.
ഓക്കെ, അതായത് നമുക്കിവിടുന്ന് എത്രയാണ് കിട്ടുന്നത്? 75 വരും അല്ലേ? ഇവിടുന്ന് 75 വന്നു കഴിഞ്ഞാൽ 3 കണ്ടോ, 75 മൈനസ് 27. അപ്പോൾ ഇവിടുന്ന് 15 8 വന്നു, 1 പോയാൽ ഇവിടെ 6 48. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടുന്ന് എന്താണ് 36/25, 48/25 നമുക്ക് കിട്ടി ആ കോർഡിനേറ്റ്. അപ്പോൾ കോർഡിനേറ്റ് ഓഫ് പി നമുക്ക് എഴുതാം. എന്താ കിട്ടുന്നത്? കോർഡിനേറ്റ്സ് ഓഫ് കോഓർഡിനേറ്റ്സ് അല്ലെങ്കിൽ സൂചക സംഖ്യ കോർഡിനേറ്റ്സ് ഓഫ് പി ഈസ് നമുക്ക് 36/25, 48/25. ഇതാണ് നമ്മുടെ കോർഡിനേറ്റ്സ്. ഓക്കെ, അപ്പോൾ നമ്മുടെ പേജ് നമ്പർ 220 പ്രോബ്ലംസ് എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇതുവരെ നമ്മൾ കണ്ടത് എന്താണ്? മിഡ് പോയിൻറ്റ് ഫോമുല. മിഡ് പോയിൻറ്റ് ഫോമുല എന്ന് പറഞ്ഞാൽ x1 + x2/2 y1 + y2/2. ഇതാണ് മിഡ് പോയിൻറ്റ് ഫോമുല, മിഡ് പോയിൻറ്റ്. ഇനി നെക്സ്റ്റ് ഫോമുല എന്താ? റേഷ്യോ ഫൈൻഡ് ചെയ്യാനുള്ള ഫോമുല എന്താണ്? mx2 + nx1/m + n, my2 + ny1/m + n. ഓർ വേറൊരു ഫോമുല, ഇതിനല്ലെങ്കിൽ മറ്റൊരു ഫോമുല എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു തന്നിരുന്നു. ഏതാണ്? x1 + x2 - x1 into m/m + n, or y1 + y2 - y1 into m/m + n. ഈ രണ്ട് ഫോമുലയും സെയിം ആണ് കേട്ടോ. ഈ രണ്ട് ഫോമുലയും സെയിം ആണ്. നിങ്ങൾക്ക് ഏതാണ് എളുപ്പം എന്ന് വെച്ചാൽ അത് ചെയ്യാം. ചിലപ്പോൾ കാൽക്കുലേഷൻ ഈസി ഇതായിരിക്കും, ബൈ ഹാർട്ട് ചെയ്യാൻ എളുപ്പം ഇതായിരിക്കും. എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഓർമ്മിച്ച് വയ്ക്കാം. ഓക്കെ, ഇനി ഇത് കൂടാതെ വേറൊരു ഫോമുലയും കൂടി പഠിച്ചു. സെൻട്രോയിഡ് ഫൈൻഡ് ചെയ്യാനുള്ള ഫോമുല. ഏതാ സെൻട്രോയിഡ്? x1 + x2 + x3/3, y1 + y2 + y3/3. ഓക്കെ, ഈ ഇത്രയും ഫോമുലാസാണ് ഇപ്പോൾ നമ്മളിതിൽ പഠിച്ചത്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ ഇവിടെ ഇതിൻ്റെ 4 പ്രോബ്ലംസും നമ്മളിവിടെ കവർ ചെയ്തു. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ, സ്പീഡ് കൂടുന്നുണ്ടോ, എന്തുണ്ടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം എന്നത് കമൻറ്റായിട്ട് നിങ്ങളൊന്ന് എഴുതിയിടുക. അപ്പോൾ ഞാൻ അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ക്ലാസ്സസ് കൊണ്ടുപോകാം. ഇപ്പോൾ നമ്മുടെ പോർഷൻസ് തീരാറായി അല്ലേ? ഇപ്പോൾ ഇത് മൺഡേ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇനി അടുത്ത 2-3 ദിവസം കൂടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പോർഷൻസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ ചാപ്റ്റർ ഇനി 2 ചാപ്റ്ററും കൂടി നമുക്ക് എടുക്കാനുള്ള. ആ 2 ചാപ്റ്റർ തീരുന്നത് വരെ മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേയും ഞാൻ അപ്ലോഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ നിങ്ങൾ എല്ലാം വരുന്നതനുസരിച്ച് ശ്രദ്ധിച്ച് പെട്ടെന്ന് കണ്ട് മനസ്സിലാക്കണം. ഓക്കെ, താങ്ക് യു.